ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഇന്ന് അങ്ങനെ നമ്മുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 3:30 ആയപ്പോഴത്തേന് നമുക്ക് പിന്നെ ഗെയിമും കാര്യങ്ങളൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഓൾറെഡി നമ്മളിതാ ഇന്ന് നമ്മുടെ 2025 അങ്ങനെ ലാസ്റ്റ് മാച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ മാച്ച് എന്തായാലും നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മളങ്ങനെ നമ്മുടെ സ്ക്വാഡ് അങ്ങനെ വലിയ രീതിക്ക് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് എൻ്റെ സ്ക്വാഡും അതുപോലെ തന്നെ F2P ആട്ടോ ഗൈസ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഗെയിമിലേക്കായിട്ടൊരു ഫണ്ട് ഇറക്കിയിട്ടില്ല. നിങ്ങൾക്ക് ഗീവ് അവേ കോയിൻ ഗീവ് ഒക്കെ ആയിട്ട് ഫണ്ട് ഇറക്കിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഗെയിമിലേക്കായിട്ട് നമ്മളൊരു വേറെ ഫണ്ടൊന്നും ഇറക്കില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം സ്ക്വാഡും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് മാച്ചാണ്. അപ്പോൾ ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വർഷം വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു എനിക്കെന്താ പറയുക ഇഷ്ടപ്പെട്ടൊരു വർഷമായിരുന്നു. കാരണം എനിക്ക് ഡെന്നിസിനെ കിട്ടി, സുവാരസിനെ കിട്ടി, പിന്നെ പറയുകയാണെങ്കിൽ അത്യാവശ്യം പാക്കുകളൊക്കെ എടുത്തു, സെലക്ഷൻ കോൺട്രാക്ട്, പിന്നെ ഗെയിമിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് റൊണാൾഡോ അണ്ണനെ മാത്രമേ കിട്ടാത്തുള്ളൂ. അതും വലിയൊരു 2200 കോയിൻ ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ അതിലേ കിട്ടാത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും 2026 നമ്മളാരും വിഷമിപ്പിക്കേണ്ട. എന്തായാലും നമുക്ക് കിട്ടാത്തവർക്കൊക്കെ കിട്ടുന്ന നല്ലൊരു വർഷമായിരിക്കും. അപ്പോൾ എന്തായാലും മച്ചാമാരെ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇപ്പോൾ എത്ര കോയിൻ ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഗിവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പം എന്തായാലും മച്ചാമാരെ ഇന്നങ്ങനെ പുതിയ കവർ പേജ് കാര്യങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങനെ ഇതാക്കാണ്ട് നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഒരു മാച്ചിലേക്ക് കിടക്കാൻ കഴിയും മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി ഇതാണ് എൻ്റെ ഒരു സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുക നമ്മുടെ ഗോളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ഓരോ പ്ലേയേഴ്സിനടക്കം തരാം. എന്തായാലും എൻ്റെ സ്ക്വാഡിൽ കൂടുതൽ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്ലെയർ എക്സ്ചേഞ്ച് വരികയാണ് തരാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഓപ്പോണൻറ്റ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഗൈസ്. അപ്പം പുതിയ സ്റ്റേഡിയം വരുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഡോർമോണ്ട് സ്റ്റേഡിയം ആയിരിക്കും. അപ്പോൾ ഇനി തൊട്ട് പുതിയ ഗെയിമിലേക്ക് നമ്മുടെ ഒരു സ്റ്റേഡിയം കൂടെ ആഡ് ആവും. ഇനി എന്തെങ്കിലും കൊനാമിയുടെ ഗിഫ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഓപ്പോണൻറ്റ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൈസ് അത്യാവശ്യം നല്ലൊരു ഓപ്പോണൻ്റാണ്. പാട്രിക് വീര ഉണ്ട്, പിന്നെ നമ്മുടെ മെസ്സി ഉണ്ട്, യമാൽ, റൊണാൾഡോ, പിന്നെ നമ്മുടെ ക്രൈഫ്, നെയ്മർ. അത്യാവശ്യം നല്ലൊരു സ്ക്വാഡിനാണ്. ട്രെൻഡിങ് കാർഡൊക്കെ വെച്ച് യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്ക്വാഡാണ് മച്ചാമാരെ. അപ്പോൾ ഓൾറെഡി എന്തായാലും നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി എന്താ പറയുക നിങ്ങളിപ്പം നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഫുട്ബോൾ ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് ടൈമിലൊന്നും എനിക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഫുട്ബോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഒരു കൊല്ലം അടുപ്പിച്ചായിട്ടുണ്ടാവും. കാരണം ഞാൻ ഓൾറെഡി മച്ചാമാരെ എനിക്ക് റാമുള്ള ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോൺ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഫുട്ബോൾ അതായത് എനിക്ക് പണ്ട് തൊട്ടേ ഓൾറെഡി ഈ ഒരു ഗെയിം ഇഷ്ടമായിരുന്നു പെസ്സൊക്കെ. പക്ഷെ അന്നേരം കളിക്കാൻ പറ്റില്ല, നമ്മൾ ഗെയിം പ്ലേ ഒക്കെ കാണുമായിരുന്നു. ഇതിപ്പോൾ സുവാരസ് ടു സാബി ലോൺസ് ടു റോബർട്ടോ കാർലോസ് എല്ലാവരുടെയും ഒരു മച്ചാമാരെ നിങ്ങൾക്കറിയാം. നമ്മൾ എന്താ പറയുക നമുക്കറിയാം സെലക്ഷൻ കോൺട്രാക്ട് വന്ന ടൈമിൽ നമ്മൾ ആ ഒരു മാസം നല്ല രീതിക്ക് എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്തു. അപ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞാൽ കൊനാമി നല്ല രീതിക്ക് അവിടെ പെഡ്രി നെയ്മറിന് ഒരു സ്റ്റണ്ണിങ് ഷോട്ടായിരുന്നു, അറ്റാക്ക് ചെയ്തു. ഓക്കെ, ടോണി ആഡംസ്, റോബർട്ടോ കാർലോസിൻ്റെ ഞാൻ വിചാരിച്ചു സംഭവം പണിയാണ് ഗൈസ്, ഓഫ് സൈഡ്. അപ്പം ആ ഒരു മാസം നല്ല രീതിക്ക് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം നിങ്ങൾക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും മാച്ച് പാസും. പക്ഷേ ഗൈസ് എന്താ പറയുക ഈ ഒരു ഗെയിമിനോടുള്ള ഒരു ഇഷ്ടം എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിക്കുന്ന എന്താ പറയുക ഒരു ഇതാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഗെയിമിനോട് ഇഷ്ടം കൊണ്ടാണ് കളിച്ചു പോവുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാമ്പയിൻ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്തു. കാരണം നല്ലൊരു പാസ്, ഓക്കെ, മെസ്സി ടു കഫു. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം കുറേ പേർക്ക് എപ്പിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ആ ഒരു ഫ്രീ ട്രൈ ഒക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ എന്തായാലും 1-2 എപ്പിക്ക് കിട്ടിയവരൊക്കെ ഉണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. പിന്നെ കുറേ പേർക്ക് 5 എപ്പിക്ക് കിട്ടിയവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഭാഗ്യവന്മാരും എല്ലാ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് മെക്കലേലിയൊക്കെ കിട്ടിയത്, പിന്നെ ബെക്കാമ് കിട്ടി. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് എനിക്ക് ഏതൊരു പ്ലെയർ കിട്ടിയത്. പിന്നെ ഡെയിലി ഗെയിം കഴിച്ച് ഞാൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അത് തന്നെ വലിയൊരിതാണ്. കാരണം നമ്മുടെ വൈഷ്ണവ് മച്ചാനൊക്കെ ഇനിയും ഒരാളെ കിട്ടാണ്ട് നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്ലെയറിനെയൊക്കെ വെച്ചിട്ട് പോയി. എനിക്കൊരു 100 കോയിനും പോയി. കാരണം എനിക്ക് 2 ദിവസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നു മച്ചാന്മാർ. ഇനിയിപ്പോൾ എല്ലാം റീസെറ്റാണ്. കാരണം അവർ ഓൾറെഡി കാണിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ കാരണം നമ്മളൊരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു നമ്മുടെ കൺട്രി റീജിയൻ മാറ്റാൻ പറ്റുന്ന രീതി. അപ്പോൾ മച്ചാന്മാരെ നിലവിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ബ്രസീലും പിന്നെ നമ്മുടെ ബ്രസീലും ജപ്പാനുമാണ് ഏറ്റവും റീജിയൻ ബെസ്റ്റിൽ നല്ല റീജിയൻ. അത് രണ്ടുമാണ് അറിഞ്ഞു വെച്ച്. കാരണം കോയിനുണ്ട്, പിന്നെ എന്താ വെച്ചാൽ പോയിന്റ് മാറ്റി നമുക്ക് കോയിൻ മേടിക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ നിലവിലുള്ള ടീമിന് ഇട്ടോ. കാരണം എന്താ വെച്ചാൽ എന്താ പറയുക നമുക്ക് എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട്സിനൊക്കെ എന്താ പറയുക 100-ൽ ഒരാൾക്കൊക്കെ പോലെ അവൻ്റെ അക്കൗണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല, എനിക്ക് അറിയില്ല എന്താ സംഭവം. അപ്പം അവൻ്റെ അക്കൗണ്ട് മാത്രം എന്തോ ഇതായിപ്പോൾ ഈ റീജിയൻ മാറ്റിയിട്ട്. അതും എല്ലാവരുടെയും ഒന്നുമില്ല, കാരണം ഒരാളുടെയൊക്കെ പറ്റിയിട്ടുള്ളൂ. അത് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കും. അപ്പോൾ എന്താ നിങ്ങൾ നോക്കിയിട്ട് മാത്രം ചേഞ്ച് ചെയ്യുക. പിന്നെ ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ യൂസേഴ്സിനൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല മച്ചാന്മാരെ. ഓൾറെഡി നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് ഓൾറെഡി ചേത്രിയുണ്ട്. അത് ഓൾറെഡി കൺഫേം ചെയ്ത കാര്യമാണ്. കാരണം ഈ ഫുട്ബോൾ തന്നെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ വിട്ടായിരുന്നു.
അതിലുണ്ട് സംഭവം. ചേത്രിയുണ്ട്, പിന്നെ നമുക്ക് ഗുർപ്രേന്ദ്രനെ കിട്ടിയ പോലെ ചേത്രിയുണ്ട്, പിന്നെ കുറച്ച് 2-3 പ്ലേയേഴ്സ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്ലേയേഴ്സിൻ്റെ ബാക്കി കാര്യങ്ങളില്ല, പക്ഷേ നോട്ടിഫിക്കേഷൻ ഒരു ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെയിൻറ്റേഴ്സ് ലൈവ്. അപ്പോൾ എല്ലാവരും ഉഷാറാക്കുക അച്ഛന്മാരുടെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. റോബർട്ടോ കാർലോസ് ടു ക്രൈഫ്, എഡോസാല, കക്ക. ഓക്കെ, കക്ക നല്ലൊരു പാസ്. സുവാരസ് ഗൈസ് ഇപ്രാവശ്യം കിട്ടിയ ഓപ്പോണൻ്റ് അത്യാവശ്യം നല്ല ഓപ്പോണൻ്റ് ആട്ടോ, നല്ല ടൈറ്റ് മാർക്കറ്റിംഗ് ഉണ്ട് സംഭവം. പക്ക അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. മച്ചാൻ ഓൾറെഡി നിങ്ങൾ നമ്മുടെ ആകാശ് ബ്രോ ഒക്കെ ചോദിച്ചായിരുന്നു എന്താ ബ്രോ ഹൈ ഇത് ഇടാത്ത ബ്രോ പിന്നെ മാറ്റി. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഓൾറെഡി മച്ചാൻ ഫോൺ നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഇങ്ങോട്ട് ആയിട്ടുള്ളൂ നമ്മൾ ഹൈ ഗ്രാഫിക്സ് വിട്ടിട്ട്. ഇപ്പം അതായത് ഹൈ ഗ്രാഫിക്സ് തന്നെ, പക്ഷേ നമ്മുടെ സ്റ്റേഡിയം ഗ്രാഫിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലോ അല്ല സ്റ്റാൻഡേർഡ് ആക്കി. കാരണം ഫോണിപ്പം അത്യാവശ്യം മച്ചാൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി ഹൈ ഇടുന്ന സമയത്ത് നല്ല രീതിക്ക് ചാർജും പോകും. പിന്നെ ഓൾറെഡി ഞാൻ കൂളർ മേടിക്കാത്തതുകൊണ്ട് ഫോൺ നല്ല രീതിക്ക് ചൂടാവും. അപ്പം സ്വാഭാവികമായിട്ടും കളിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറയുമ്പോൾ വോയിസിന് നല്ല രീതിക്കുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഇടയ്ക്കാട്ടോ ഞാൻ മാറ്റിയത്. അപ്പം മാറ്റിക്കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ല രീതിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓൾറെഡി കേസ് നിങ്ങൾ എന്താ പറയുക കുറേ പേര് ചോദിച്ചായിരുന്നു നമ്മുടെ അടുത്ത് ബ്രോ ഇപ്പം എന്ത് ഈ ഒരു ഡിഫൻസ് കൂട്ടുന്നത് അതുപോലുള്ള സംഭവങ്ങൾ അതൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മച്ചാൻ ഓൾറെഡി എന്താ വെച്ചാൽ അത് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ ബട്ടൺ ഓപ്പോസിറ്റൊക്കെ നിൽക്കുമ്പോൾ മാറിപ്പോയിട്ടൊക്കെ അത് എനിക്കും ഉണ്ട്. കാരണം ഞാൻ നിങ്ങൾക്കറിയാം ഡിവിഷൻ മാച്ച് ഇപ്പം കുറച്ചായിട്ട് നമ്മൾ നിർത്തിയായിരുന്നു. അതായത് ഡിവിഷൻ മാച്ച് ഓൾറെഡി ഡെയിലി അപ്ലോഡിങ് ഉണ്ടായിരുന്നു, പക്ഷെ കളിക്കൽ ഞാൻ 1-2 മാച്ച് ഒരു ദിവസം കളിച്ചിട്ട് പിന്നെ നിർത്തുമായിരുന്നു. അല്ലെ ഞാൻ ജൂൺ മാസമൊക്കെ അടിപൊളി കുറേ കളി. എടാ ഇപ്പോൾ ഒരു അടി വന്നാൽ ഇവിടേക്ക് വെക്കാം. നമ്മളിങ്ങനെ 2024 കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേന് ഇപ്പം അടി വന്നത് ചെക്കനങ്ങ് അടിച്ചേനെ കൈസ്. അപ്പോൾ ഗ്രീസ്മാൻ ടു സുവാരസ് കൈസ്, ഈ ഒരു സുവാരസ് എനിക്ക് ഭയങ്കര വൃത്തിയായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി മച്ചാൻ റോബർട്ടോ കാർലോസ് ഓക്കെ ഗ്രീസ്മാൻ ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഫോണിൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചെറിയൊരു സൗണ്ട് വരും. അത് ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി നമ്മുടെ ഡോൺ ദി സ്റ്റാർ വല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതാക്കി. പിന്നെ ഇനാസ് ബ്രോ പറഞ്ഞാൽ ഞാൻ ക്ലോക്കൊക്കെ മാറ്റി വെച്ചു. കാരണം ഇപ്പോൾ ക്ലോക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. ചില സമയത്ത് മച്ചാൻ നല്ല മാച്ച് കിട്ടുമ്പോൾ അത് എനിക്ക് മാത്രമല്ല നല്ലൊരു മാച്ച് കിട്ടും. അപ്പം ഞാൻ വിചാരിക്കും ആ മാച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴാണ് അത് ആകെ 2 മിനിറ്റോ 3 മിനിറ്റൊക്കെ റെക്കോർഡ് ചെയ്യുള്ളൂ. അങ്ങനെ പണി കുറേ പാളിയിട്ടുണ്ട്. അതിന് ചില മാച്ചുകൾ എന്താ വെച്ചാൽ നമ്മുടെ ഓപ്പോണൻസ് BBC ഇറക്കും. അതായത് ബെയില് ഗ്രീസ്മാൻ അല്ല അതിന് ആ ഒരു ഇതിറക്കും റൊണാൾഡോൻ്റെ, ഞാനും MSN ഇടും. അപ്പോൾ അങ്ങനൊരു എന്ന് വെച്ചാൽ നമ്മളൊരു വേഴ്സസ് അല്ല, ഒരു കാണാനൊരു ഭംഗിക്ക് നമ്മൾ സെറ്റാക്കുന്നതാണ്. പക്ഷേ അതൊക്കെ കിട്ടിയില്ല. കുറേ അങ്ങനെയൊക്കെ പോയി അവിടെ ബ്ലോക്ക് ചെയ്തു വെക്കുമ്പോൾ മച്ചാൻ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വർഷം തന്നെ ആവട്ടെ. കാരണം 2026 കുറേ പ്രതീക്ഷകളുണ്ട്. കാരണം അതേപോലെ കുറേ മോഡ് പിന്നെ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് ഒക്കെ എന്തായാലും മാറ്റം വരും കേട്ടോ ഗൈസ്. കാരണം അത് ഉറപ്പാണ്. കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മുടെ ഒരു വീഡിയോ ലീക്കേജ് ഒക്കെ ഉണ്ടായിരുന്നു, റെഫറി വരുന്നത്. അത് അതേപോലെ സംഭവിച്ചു. എടാ അത് എൻ്റെ പൊന്നു കേസ്, അത് മെസ്സിയിൽ എടുത്ത് എടാ ഓക്കെ സാബി. പിന്നെ മച്ചാൻ ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു 2-3 സാബി ഉണ്ട്. അപ്പോൾ പ്ലെയർ എക്സ്ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സാബിനൊക്കെ തരാം. കാരണം എന്തായാലും മച്ചാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അതെന്തായാലും കളിപ്പിക്കാമല്ലോ ഗൈസ്. നല്ല ബെസ്റ്റ് പ്ലെയർ തന്നെ ഇടാം. കാരണം ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ മിക്ക മാച്ചിലും ഈ ഒരു സാബിനെ കൊണ്ടാണ് മറ്റേ കുറേ അധികം പ്ലേയേഴ്സിനെ നമ്മൾ ഡിഫെൻസ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല രീതിക്ക് തന്നെ സാബി ചെയ്തു തരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് ആവണം. കഫു കുറേ പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വലിയല്ല, ഒരു നല്ല രീതിക്കുള്ള ഗൈസ്. ഇപ്രാവശ്യം ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ എന്തായാലും കൊനാമി നമ്മൾ ഇതാക്കില്ലായിരിക്കും. പിന്നെ മാനേജറൊക്കെ മാറിയതിൻ്റെ രീതിയിൽ എന്തെങ്കിലും രീതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിത്തരും. മാനുവൽ ന്യൂയർ പിന്നെ കോസ്റ്റേട്ട ഓക്കെ മെസ്സി ഗൈസ്. അപ്പം വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് റാഫിൻഹ ഗൈസ്. ഇവർ ഓൾറെഡി ആ ഒരു ട്രെൻഡിങ് കാർഡ് സമയത്ത് ഇറങ്ങിയ കാർഡുകൾ മൊത്തം ഈ ഓപ്പോണൻ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്രീസ്മാൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ഓക്കെ, സെർജിൻഹോ ഓക്കെ, പാസ് ഓക്കെ, മെസ്സി നല്ലൊരു ക്രോസ്, സെർജിൻഹോ അടി. അയ്യോ ഗൈസ് എടാ ഞാൻ ശ്രദ്ധിച്ചില്ല മച്ചാ. അവർ ഓൾറെഡി ഇവിടെ സുവാരസ് ഉണ്ടായിരുന്നു. സുവാരസ് ഉള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. സുവാരസിന് ത്രൂ പാസ് കൊടുത്താൽ മതിയായിരുന്നു, അത് നമുക്ക് ഗോൾ ആക്കായിരുന്നു ഗൈസ്. ഇനി നമ്മളെന്തായാലും കൂളറും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ ഹൈ ഇത് ഇടാം കേട്ടോ. ഞാൻ ഓൾറെഡി എന്താ വെച്ചാൽ ഈ 2-3 മാച്ചുകളായിട്ട് ഹൈ ഒഴിവാക്കിയാണ്. കാരണം പരമാവധി നമുക്ക് ലാഗ് ഇല്ലാണ്ട് കളിപ്പിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. എടാ ദൈവന്മാർ റുഡ്രിഗറൊന്നും സമ്മതിക്കുന്നില്ല ഗൈസ്. അപ്പോൾ 2 പേരും അടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഓപ്പോണൻറ്റിൻ്റെ കസിലിയസ് നമ്മുടെ ഗോളി ഗ്രീസ്മാനും മച്ചാനോട് ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ മിസ് പാസ് വരുന്ന സംഭവം വേറെ ഒന്നും കൊണ്ട് ഇത് ആരിത് സ്ലൈഡ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് സെർജിൻഹോ ടു മെസ്സി കിട്ടിയില്ലടാ കോസ്റ്റേട്ട ഗൈസ്. അപ്പോൾ നമ്മൾ കോസ്റ്റേട്ടനെ ഇറക്കിയിട്ടുണ്ട്. ഞാനത് പറയാൻ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തായിരുന്നു. ഓക്കെ ബെക്കാം വാൽവർഡൻ്റെ കൈക്കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല. ഓക്കെ കോസ്റ്റേട്ട എടുത്തിട്ടുണ്ട്. ഒരു കോസ്റ്റേട്ടന് ത്രൂ പാസ് സാബി കേട്ടോ ഗൈസ്. സാബി സ്ലൈഡ് ചെയ്യുന്നുണ്ടോ?
മച്ചവരുടെ സല ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട്. ഓക്കെ റാഫിന പിടി 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 ഇപ്പം പണിയായനെ. ഓക്കെ ബെക്കാം സബി ഓക്കെ നല്ലൊരു പാസ് ഗൈസ്. ഇത് മിക്കവാറും നമ്മൾ രണ്ടാളും ജയിക്കാതെ തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ നമുക്ക് സാബി അലോൺസോ ഗൈസ് ഓൾറെഡി എന്താ വെച്ചാൽ എടാ ഏറ്റവും പൊന്നു ഗൈസ് എടാ അതെന്താ അവിടെ വീണത് ഗൈസ്. അപ്പോൾ ഒരു നല്ല മാച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചിലപ്പം സബ്സ്ക്രൈബർ തന്നെ ആയിരിക്കും നമ്മുടെ ഡിവിഷൻ മാച്ചിൽ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി പുതിയ ഡിവിഷൻ മാച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മച്ചന്മാർ എന്തായാലും നമ്മുടെ ഒരു അടിപൊളി മാച്ചായിരുന്നു. നല്ല അത്യാവശ്യം നല്ലതായിട്ട് ഷോട്ട് തന്നെ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരൊറ്റ ഷോട്ടാണെങ്കിലും നമ്മുടെ റേറ്റിംഗ് നമ്മുടെ മാലിനിയറാണ്, അവരുടെ പാട്രിക് വരികയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ. പിന്നെ മച്ചന്മാർ ഈ വർഷം എനിക്ക് തോന്നുന്നു ക്യാമ്പലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് ഒരു ടൈറ്റ് മാർക്കറ്റിംഗ് കിട്ടിയതിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയൊരു തുടക്കമായിട്ട് 2026 ഗെയിം പ്ലേയും കാര്യങ്ങളും ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈവിലായിട്ട് റിയൽ സെഞ്ചുറി കാണുന്നതായിരിക്കും. ഓക്കെ ബൈ ഗൈസ്.